നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് കിച്ചൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. കോളിഫ്ലവർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് കറി ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തിരിക്കുന്ന വണ്ടുകളും അല്ലെങ്കിൽ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും ശകലം ഉപ്പും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ശകലം വെള്ളം ആവശ്യത്തിന് വെള്ളം വീത്തി നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇടാം. അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് നമുക്കത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം എടുക്കരുത്, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ മാക്സിമം. അപ്പോഴത്തേക്ക് റെഡിയാവും. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കോളിഫ്ലവർ അടിപൊളിയായിട്ട് വൃത്തിയായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് മസാലയൊക്കെ പുരട്ടി അടിപൊളിയായിട്ട് നല്ല അടിപൊളി കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ അടിപൊളിയായിട്ട് തണുത്ത് റെഡിയായിപ്പോണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മസാല ചേർത്ത് പുരട്ടാം. അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാശ്മീരി ചില്ലി, നമ്മുടെ ഇടുക്കി ഗോൾഡ്, പിന്നെ കറി മസാല, പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത്, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പെരിഞ്ജീരകം ശകലമൊന്ന് ചതച്ചിട്ട് ഇതിനൊന്ന് മസാല ഒന്ന് റെഡിയാക്കി അടിപൊളിയായിട്ട് ചെയ്യും. അപ്പം നമ്മുടെ മസാല എല്ലാം ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇളക്കി വയ്ക്കാം. പെരിഞ്ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല, കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി എല്ലാം കൂടെ നമുക്ക് തട്ടി അതിനകത്ത് ഇട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ കോൺഫ്ലവർ. അത് ഒരു ശകലം നമുക്ക് ഒരു ശകലം നമുക്കിട്ട് ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കോളിഫ്ലവർ വയ്ക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്. നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് വീഴ്ത്തി അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ അടിപൊളിയായിട്ട് മസാലയെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെയിറ്റിംഗ് വയ്ക്കാം. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ചെറുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നമ്മൾ അത് കുറച്ച് എടുത്ത് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില, മല്ലിയില, 2 വറ്റൽമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അത് വൃത്തിയാക്കി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചതയ്ക്കുന്ന പരിപാടിയില്ല, നമ്മളെല്ലാം കൂടെ നമ്മളെ കറിയിൽ മാത്രമാണ് ഇടുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചട്ടി വെച്ച് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഒന്ന് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അടിപൊളിയായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് നമ്മൾ ചിക്കൻ വയ്ക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കറി വെച്ച് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കൊടുത്ത് അത് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം ശകലം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് വറ്റൽമുളക് 2 എടുത്ത് വെച്ചിരിക്കുന്ന അത് 2 കീറിയിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കാം.
നമ്മുടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്ക് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല വാടി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരട്ടെ. ഒരു ശക്കല ഉപ്പിട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കോളിഫ്ലവർ മസാല പുരട്ടിയപ്പോഴത്തേക്കും ഉപ്പിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ശക്കല ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അവസാനം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് അടിപൊളിയായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൽ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി നമുക്ക് ആവശ്യത്തിന് 1 സ്പൂൺ ഇട്ടാൽ മതിയാവും. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ 1 സ്പൂൺ ഇടാം നമുക്ക്. അപ്പം നമ്മൾ ഇട്ട മസാലയുടെ പച്ചമണമൊക്കെ മാറി നമുക്കിനി കോളിഫ്ലവർ തട്ടി ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒരു ശകലം നമുക്ക് വീത്തിയിട്ട് അടച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു ശകലം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. മല്ലിയില വേണമെന്നുള്ളവർക്ക് മല്ലിയില ഇടാം, വേണ്ടാത്തവർക്ക് മല്ലിയില ഇടണ്ട. നമുക്ക് എന്നിട്ട് അടച്ച് വെച്ച് സെറ്റാക്കി എന്നെടുക്കാം. മല്ലിയില ഇടുമ്പോഴത്തേക്ക് ഇറച്ചി രീതിയാവും. ഇപ്പോൾ കോളിഫ്ലവർ നമ്മൾ പൊരിച്ച് അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട്. കറി സെറ്റായിട്ടുണ്ട്. ഉപ്പും പുളിയും കാര്യങ്ങളും എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലോട്ട് എത്തിക്കണം. അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.